വിശ്വാസിയുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കിയ ഒരുപാട് ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങൾ ഉൾക്കൊള്ളുകയാണെങ്കിൽ മാത്രമാണ് വിശ്വാസി എന്ന പദവിയിലേക്ക് അള്ളാഹുവിന്റെ അടുക്കൽ എത്തപ്പെടുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ആ രൂപത്തിൽ വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതും എന്നാൽ ചില കാര്യങ്ങൾ ഉണ്ടാകുന്നതോടൊപ്പം തന്നെ അതിൽ സൂക്ഷ്മത പുലർത്തുകയും ചിലത് ഉണ്ടാകുവാൻ പാടില്ല എന്ന് കൂടി പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിരന്തരമായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കേണ്ട, അത്രമേൽ സൂക്ഷ്മമായി നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. നമ്മളെല്ലാവരും, ഓരോ മുസ്ലിമും, ഈ മുസ്ലിം ഉമ്മത്തിലുള്ള ഓരോ വിശ്വാസികളും അവന്റെ റബ്ബ് അവന്റെ മേൽ നിർബന്ധമാക്കിയിട്ടുള്ള നമസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, സക്കാത്താകട്ടെ, ഹജ്ജാകട്ടെ, അങ്ങനെ ഓരോ കർമ്മങ്ങളും അതിന് വീഴ്ചയില്ലാതെ, അതിന് പാളിച്ചകളില്ലാതെ, അതിന് ന്യൂനതകളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ എന്നുള്ളത്. നമ്മളെല്ലാവരും ഈ കർമ്മങ്ങളെല്ലാം അതിന് വീഴ്ച വരുത്താതെ കൃത്യമായി നോക്കാറുണ്ട്. നമ്മളെല്ലാവരും ഇന്ന് സുബഹി ജമാഅത്തോടു കൂടി കൃത്യമായി നമസ്കരിച്ചിട്ടുണ്ടാകും. ജുമാഅത്ത് പള്ളിയിലേക്ക് കൃത്യമായി നമ്മൾ എത്തിയിട്ടുണ്ട്. ആ എല്ലാ ഷർത്തുകളും പാലിച്ച്, അതിന്റെ നിബന്ധനകൾ പാലിച്ച്, അത് കഴിഞ്ഞ് ഇനി അസറിലേക്കും മഗ്രിബിലേക്കും ഇശായിലേക്കും എല്ലാം നമ്മൾ എത്തിച്ചേരേണ്ടവർ. നമുക്ക് ബുദ്ധി വെച്ച കാലം മുതൽ അള്ളാഹു നിർബന്ധമാക്കിയ ഓരോ കർമ്മങ്ങളും അതിലൊരാണ് തെറ്റില്ലാതെ, ന്യൂനതകളില്ലാതെ പിന്തുടർന്നു പോകണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷെ പലപ്പോഴും ആ കർമ്മങ്ങളെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാകാറില്ല എന്നുള്ളത് നമ്മുടെ അശ്രദ്ധ കൊണ്ടോ മറ്റെന്തൊക്കെയോ കൊണ്ട് കർമ്മങ്ങൾ ചെയ്തു പോവുക എന്നതിനപ്പുറത്തേക്ക് ചെയ്തു പോയ കർമ്മത്തെ കുറിച്ച് പിന്നീട് നമ്മൾ ആലോചിക്കാറില്ല എന്നുള്ളത്. പരിശുദ്ധ ഖുർആൻ വിശ്വാസികളുടെ ഗുണങ്ങളെ കുറിച്ച് പറയുന്ന സൂറത്തുൽ മുഅ്മിനൂൻ, കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, വിശ്വാസികളുടെ ഗുണങ്ങളെ എടുത്തെടുത്ത് പറഞ്ഞ അധ്യായമാണ് സൂറത്തുൽ മുഅ്മിനൂൻ. അതിന്റെ 60-ാമത്തെ വചനത്തിലേക്ക് എത്തുമ്പോൾ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഒരു കൂട്ടം ആളുകളെ, അതായത് യഥാർത്ഥ വിശ്വാസികൾ ആരാണ് എന്ന് പറഞ്ഞതിന് ശേഷം ആ വിശ്വാസികളുടെ ഒരു ഗുണം കൂടി അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി. വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജിലത്തുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. ആ കൂട്ടം വിശ്വാസികൾ അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകളെയാണ് വിശ്വാസികൾ എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ള യഥാർത്ഥ വിശ്വാസികളുടെ ഒരു ഗുണം കൂടി അള്ളാഹു പരിചയപ്പെടുത്തുന്നത് യുഅ്തൂന മാ ആതൗ, അവർക്ക് നൽകപ്പെട്ടത് എന്താണോ, അള്ളാഹു ഈ ദുനിയാവിലെ ജീവിതത്തിൽ അവർക്ക് എന്താണോ നൽകിയിട്ടുള്ളത്, അതിൽ നിന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുവാൻ ഒരു മടിയുമില്ലാത്ത, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് എന്തും നൽകാൻ കെൽപ്പുള്ള, അങ്ങനെയുള്ള മനോഭാവമുള്ള ആളുകളെ കുറിച്ചാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത്. അവർ കൊടുക്കുക മാത്രമല്ല ചെയ്യുന്നത്, വഖുലൂബുഹും വജില, ആ കൊടുക്കുന്ന സമയത്ത് അവർക്ക് പേടിയുണ്ട്, ഭയമുണ്ട്. അവർക്ക് പേടിയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് അവരെന്തെങ്കിലും സംഭാവന ചെയ്യുമ്പോൾ, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് അവരെന്തെങ്കിലും ദാനധർമ്മം ചെയ്യുമ്പോൾ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഏത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അവരുടെ ഹൃദയത്തിൽ ഒരു പേടിയുണ്ട് എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. തെറ്റ് ചെയ്യുന്ന മനുഷ്യൻ സ്വാഭാവികമായും അള്ളാഹുവിനെ പേടിക്കും. ആ മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരല്പമെങ്കിലും, ഒരു നാമ്പെങ്കിലും, ഈമാനിന്റെ ഒരു തരിയെങ്കിലും ഉണ്ടെങ്കിൽ ഏത് തെറ്റ് ചെയ്യുമ്പോഴും അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന്, അവന്റെ മനസാക്ഷിയുടെ ഒരു കുത്തല മനുഷ്യൻ അനുഭവപ്പെടുമെന്ന്. പക്ഷെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്കുള്ള നന്മകൾ കൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളെ കുറിച്ചാണ് അള്ളാഹ് പറഞ്ഞത്. അവരുടെ ഹൃദയത്തിന് ഒരു നടുക്കമുണ്ട്, ഒരു പേടിയുണ്ട്, ഒരു ഭയമുണ്ട്. ആ പേടി എന്താണെന്ന് ഖുർആൻ പറഞ്ഞത്, അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, അവരവരുടെ റബ്ബിന്റെ അടുക്കലേക്ക് മടങ്ങി പോകേണ്ടവരാണ് എന്നുള്ള ഭയത്തോടു കൂടിയാണ് അവരെന്തും അള്ളാഹുവിന്റെ മാർഗത്തിൽ പോലും അവർ ചെയ്യുന്നതെന്നാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ഈ ആയത്ത് കേട്ടപ്പോൾ മഹദി ആയിഷ റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിനോട് ആകാംക്ഷയോട് കൂടി, അത്ഭുതത്തോടു കൂടി ചോദിച്ചു, അല്ല റസൂലേ, എന്തിനാണ് ഇവര് ഭയപ്പെടുന്നത്? ഇവർ തെറ്റ് ചെയ്യുന്ന ആളുകളല്ല,
ഇവർ അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളെ ചെയ്യുന്നതിനല്ല അവർ പേടിക്കുന്നത്, മറിച്ച് അള്ളാഹു നിർബന്ധമാക്കിയ, അള്ളാഹു പ്രോത്സാഹിപ്പിച്ച നന്മയാണ്, പുണ്യമാണ് എന്ന് പഠിപ്പിച്ച ഈ കാര്യം ചെയ്യുമ്പോൾ അവരെന്തിനാണ് ഭയപ്പെടുന്നത്? അല്ല റസൂലെ, അവർ മദ്യപിക്കുന്ന ആളുകളാണോ? മദ്യപിക്കുന്ന ആളുകളാണ് അവർ ഭയപ്പെടണം. കാരണം അള്ളാഹു നിഷിദ്ധമാക്കിയ, അള്ളാഹു ചെയ്യരുതെന്ന് പറഞ്ഞ, അള്ളാഹു തിന്മയാണെന്ന് പഠിപ്പിച്ച, എല്ലാ തിന്മയുടെയും താക്കോലാണെന്ന് പഠിപ്പിച്ച ആ മദ്യം വർജിക്കുക എന്നുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. ആ മദ്യത്തിന് അടിമപ്പെട്ട ആളാണെങ്കിൽ സ്വാഭാവികമായി ഏത് കർമ്മം ചെയ്യുമ്പോഴും അവന് പേടിയുണ്ടാകും. ആ മദ്യം കൊണ്ട്, ആ ലഹരി കൊണ്ട് അവന്റെ മറ്റെല്ലാ അമലുകളും ബാത്തിലാകുമോ, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയില്ല എന്നുള്ള ഭയം ആ മനുഷ്യനുണ്ടാകുമെന്നുള്ളത്. വയസ്രീകൂന, അതല്ല അവർ ദാനം ചെയ്യുന്നത് മോഷ്ടിച്ച പണം കൊണ്ടാണ്, മറ്റൊരുത്തന്റെ അവകാശത്തെ കട്ടെടുത്ത് അന്യായമായി ദൂർത്തടിച്ച് ആ പണം കൊണ്ടാണോ അവർ കൊടുക്കുന്നത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ അള്ളാന്റെ റസൂലിനോട് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അള്ളാന്റെ റസൂല് ആയിഷ ബീവി കൊടുക്കുന്ന മറുപടിയുണ്ട്, ലാ യാ ബിൻത സിദ്ദീഖ്, സിദ്ദീഖിന്റെ പൊന്നുമകളെ, അതൊന്നുമല്ല അതിനുള്ള കാരണം. അവര് കട്ടെടുക്കുന്ന ആളുകളല്ല, അവർ അന്യന്റെ സമ്പത്ത് മോഷ്ടിക്കുന്ന, അപഹരിക്കുന്ന ആളുകളല്ല, അവര് മദ്യത്തോട് വിട പറഞ്ഞ, ഒരിക്കലും മദ്യത്തിന്റെ അടുക്കലേക്ക് എത്താത്ത ആളുകളാണ്. പക്ഷെ ഈ ആളുകൾ അല്ലദീന യസൂമൂന, അവർ അല്ലാഹു നിർബന്ധമാക്കിയ വ്രതാനുഷ്ഠാനം കൃത്യമായി നിർവഹിക്കുന്നവരാ. വയുസല്ലൂന, അല്ലാഹു നിർബന്ധമാക്കിയ 5 നേരത്തെ നമസ്കാരം അത് കൃത്യമായി അനുഷ്ഠിച്ചു പോരുന്നവരാ. ആ നിർബന്ധ നമസ്കാരത്തിനപ്പുറത്തേക്ക് ഏതെല്ലാം സുന്നത്തുകളുണ്ടോ ആ സുന്നത്തൊന്നും ഒരു പിടിവിടാതെ അതെല്ലാം കൃത്യമായി അനുഷ്ഠിക്കുന്ന ആളുകളാണ്. അള്ളാഹു നിർബന്ധമാക്കിയതും അള്ളാഹു പ്രോത്സാഹിപ്പിച്ചതുമായിട്ടുള്ള ഓരോ ദാനധർമ്മങ്ങളും വീഴ്ചയില്ലാതെ കൊടുക്കുന്ന ആളുകളാണ്. പക്ഷെ അവർ ഭയപ്പെടുന്നുണ്ട്, അല്ലാ യുഖ്ബല മിൻഹും, അവരുടെ ഭയപ്പാട് എന്താണ് എന്ന് അല്ലാഹു റസൂൽ പഠിപ്പിക്കുന്നത്. അല്ലാ യുഖ്ബല മിൻഹും, അവർ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടും, എല്ലാം ചെയ്തു കഴിഞ്ഞിട്ടും നാളെ റബ്ബിന്റെ മുന്നിലേക്ക് എത്തുമ്പോൾ ഒരു കൂട്ടം അമലുകളുമായിട്ട്, ഒരു കുന്തോളം അമലുകളുമായിട്ട് ചെയ്യുന്ന ആളുകളുണ്ടെന്ന, അങ്ങനെ ആ കുന്തോളം അമലുകളുമായിട്ട്, അവരുടെ തുലാസ് മുഴുവൻ അമലുകളുമായിട്ട് ചെയ്യുന്ന സന്ദർഭത്തിൽ ആ അമലുകളെങ്ങാനും അവർ ഇത്രയും കാലം ചെയ്ത സമ്പത്ത്, ഇത്രയും കാലം നമസ്കരിച്ച നമസ്കാരങ്ങൾ, അവരുടെ നോമ്പുകൾ, അള്ളാഹു പഠിപ്പിച്ച ഏതെല്ലാം നന്മകളുണ്ടോ, ഏതെല്ലാം പുണ്യങ്ങളുണ്ടോ, അതൊന്നും അള്ളാഹിന്റെ അടുക്കലേക്ക് സ്വീകരിക്കപ്പെടാതെ പോകുമോ എന്നുള്ളൊരു ഭയം വിശ്വാസികളായിട്ടുള്ള, യഥാർത്ഥ വിശ്വാസികളുടെ ഗുണമായിട്ട് അള്ളാഹു പഠിപ്പിക്കുന്നത് ആ ഭയം മനുഷ്യനുണ്ടാകുമെന്നുള്ളതാണ്. ആ ഭയം വിശ്വാസിയുടെ ഹൃദയങ്ങളിൽ, അവന്റെ ഹൃദയത്തിനകത്തുണ്ടാകുമെന്ന, അവൻ ഏത് ദാനധർമ്മം ചെയ്യുമ്പോഴും, അവൻ ഏത് നമസ്കാരം നമസ്കരിക്കുമ്പോഴും, അവൻ ഏത് നോമ്പനുഷ്ഠിക്കുമ്പോഴും അവന്റെ ഉള്ളിലൊരു ഭയമുണ്ട്. ഇത് അള്ളാഹു സ്വീകരിക്കുകയില്ലേ, ഞാൻ ചെയ്ത ഈ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കുമോ എന്നുള്ളൊരു ഭയം യഥാർത്ഥ വിശ്വാസിയുടെ ഉള്ളിലുണ്ടാകുമെന്ന. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മളെല്ലാവരും നമസ്കരിക്കുന്നവരാ, നോമ്പനുഷ്ഠിക്കുന്നവരാ, സ്വതക്ക ചെയ്യുന്നവരാ, അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഏതെല്ലാം സുന്നത്തുകളുണ്ടോ അതെല്ലാം വീഴ്ചയില്ലാതെ കൃത്യമായി നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരും നമ്മൾ ചെയ്യുന്നവരുമാണ്. പക്ഷെ അവിടെയാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്, ആ ചെയ്തു പോയ കർമ്മത്തെ കുറിച്ച് പിന്നീട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ആ അമലെങ്ങാനും അള്ളാഹു തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് എങ്കിൽ, അള്ളാഹു എങ്ങാനും ആ അമലിനെ സ്വീകരിക്കാതിരുന്നിട്ടുണ്ട് എങ്കിൽ എന്തായിരിക്കും ആ വിശ്വാസിയുടെ നില, അവന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്നാണ് ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ നമസ്കാരങ്ങൾ, നമ്മുടെ നോമ്പുകൾ, നമ്മുടെ സക്കാത്തുകൾ, നമ്മുടെ ഹജ്ജുകൾ, ആ രൂപത്തിലുള്ള നിർബന്ധമാക്കപ്പെട്ട അമലുകൾ മാത്രം മതി. അത് മാത്രം അള്ളാഹു തട്ടിത്തെറിപ്പിച്ചാൽ അള്ളാഹു സ്വീകരിക്കില്ല എന്ന് നാളെ ആ പരലോകത്ത് നമ്മോട് പറഞ്ഞാൽ വിജയിക്കുവാൻ എന്ത് മാർഗമാണ് നമ്മുടെ മുന്നിൽ ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അതായത് ഖുർആനും സുന്നത്തും നമ്മെ പഠിപ്പിക്കുന്നത്, ബോധ്യപ്പെടുത്തുന്നത് അമലുകൾ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല വിശ്വാസികളുടെ ബാധ്യത. ആ അമലുകൾ സ്വീകരിക്കപ്പെടുമോ എന്നുള്ളതിനെ കുറിച്ച് ഉറ്റാലോചിക്കുക എന്നുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് നിർബന്ധമാണ്. അവന്റെ വിജയത്തിന് അത് അനിവാര്യമാണ് എന്നുള്ളതാണ്. ആ രൂപത്തിൽ അവൻ ചെയ്തിട്ടുള്ള ഓരോ കർമ്മങ്ങളെ കുറിച്ചും അവൻ പുനരാലോചിക്കണം, അവൻ വീണ്ടും ചിന്തിക്കണം, ആലോചിക്കണം. അവന്റെ പ്രവർത്തനങ്ങളിൽ ന്യൂനതകളുണ്ടോ, പോരായ്മകളുണ്ടോ? ആ പ്രവർത്തനം ചെയ്തു കഴിഞ്ഞതിന് ശേഷവും എന്റെ മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങൾ കൊണ്ട്, എന്റെ എന്തെങ്കിലും രൂപത്തിലുള്ള സംസാരങ്ങൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട് ഞാൻ ഇത്രയും കാലം ചെയ്തിട്ടുള്ള ആ പ്രവർത്തനങ്ങളെല്ലാം ബാത്തിലാകെ പോകുമോ എന്നുള്ള രൂപത്തിലുള്ള ചിന്ത വിശ്വാസികൾക്ക് ഉണ്ടാകണമെന്ന, ആ ഭയപ്പാട് വിശ്വാസികളുടെ ഹൃദയത്തിൽ ഉണ്ടാകണമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബിയും അദ്ദേഹത്തിന്റെ പുത്രൻ ഇസ്മായിൽ നബിയും കഅബ പണിയുന്ന ഘട്ടത്തെ കുറിച്ച് ഖുർആൻ കൃത്യമായി പറയുന്നുണ്ട്. ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും കൂടെ അള്ളാഹുവിന് വേണ്ടിയിട്ട് ഒരു ഭവനത്തെ പടുത്തുയർത്തുന്നുണ്ട്.
അതിന്റെ അടിത്തറ കെട്ടിപ്പൊക്കുന്ന സമയത്ത് അവര് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, റബ്ബന തഖബ്ബൽ മിന്നാ, അള്ളാഹു ഞങ്ങൾ ഈ ചെയ്യുന്ന പ്രവർത്തനം, ഞങ്ങൾ ഈ ചെയ്യുന്ന അമല് അത് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ എന്ന് ആത്മാർത്ഥമായി അവർ പ്രാർത്ഥിച്ചു വന്ന ഇന്നക അൻത സമീഉൽ അലീം, തീർച്ചയായും നീ എല്ലാം അറിയുന്നവനും കേൾക്കുന്നവനുമാണ്. അവർ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന അള്ളാഹു കൃത്യമായി കേൾക്കുന്നുണ്ട്. അവരുടെ ഹൃദയത്തിൽ എന്താണ് ഉള്ളത് എന്ന് അള്ളാഹുവിന് കൃത്യമായിട്ട് അറിയാം. എന്നിട്ടും ആ പ്രവാചകൻ അള്ളാഹുവിന്റെ റസൂൽ വീണ്ടും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, റബ്ബന തഖബ്ബൽ മിന്നാ, അല്ലാഹ് ഈ ഭവനം അത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല നിർമ്മിക്കുന്നത്, ഈ ഭവനം അത് നിനക്ക് വേണ്ടിയിട്ടാണ്, നിന്റെ കൽപ്പന അനുസരിച്ചിട്ടാണ്. എന്നിട്ടും വീണ്ടും പ്രാർത്ഥിക്കാണ്, റബ്ബന തഖബ്ബൽ മിന്നാ. അതാ പണി പൂർത്തീകരിക്കുമ്പോഴല്ല, മറിച്ച് അതിന്റെ തഫ്സീറുകൾ കാണാൻ സാധിക്കും. ആ കഅബയിലേക്ക് പടുത്തുയർത്താൻ വേണ്ടിയിട്ടുള്ള ഓരോ കല്ലുകൾ എടുത്തു വെക്കുമ്പോഴും അവർ പ്രാർത്ഥിച്ചു വന്ന റബ്ബന തഖബ്ബൽ മിന്നാ, അല്ലാഹുവേ ഞങ്ങൾ ഈ ചെയ്യുന്ന പണി, ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി, ഞങ്ങളുടെ അധ്വാനം റബ്ബേ അത് നീ സ്വീകരിക്കണമേ എന്ന് അള്ളാന്റെ കൂട്ടുകാരൻ എന്ന് വിശേഷിപ്പിച്ച അള്ളാന്റെ റസൂലിൽ ഏറ്റവും ശ്രേഷ്ഠരാക്കപ്പെട്ട പ്രവാചകന്മാരിൽപ്പെട്ട ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയുമാണ് അള്ളാഹുവിനോട് അത്രമേൽ ആകാംക്ഷയോടുകൂടി, അത്രമേൽ ഭയപ്പാടോടുകൂടി ആ പ്രവർത്തനം അള്ളാഹു എങ്ങാൻ സ്വീകരിക്കാതെ പോകുമോ എന്നുള്ള ഭയത്തോടുകൂടി അവർ പ്രാർത്ഥിച്ചുവെന്ന് പരിശുദ്ധ ഖുർആൻ കൃത്യമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതായത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടതാണ്, നമ്മുടെ മേൽ ബാധ്യതയാണ്, അത് നമ്മുടെ അനിവാര്യ ഘടകമാണ്. നമ്മുടെ ഓരോ അമലുകളും അത് ചെയ്തിട്ടെറിഞ്ഞു പോവുക എന്നുള്ളതല്ല, മറിച്ച് ആ പ്രവർത്തനം ചെയ്തതിനു ശേഷം അതിനെക്കുറിച്ച് ആലോചിക്കണം, എന്റെ പ്രവർത്തനം അത് അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളത്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പോലും നിരന്തരമായി ജീവിതത്തിൽ പ്രാർത്ഥന ഉൾപ്പെടുത്തിയിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സുബഹി കഴിഞ്ഞുള്ള നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന അല്ലാഹുവിന്റെ റസൂൽ സഹാബാക്കളെ പഠിപ്പിച്ചു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ, അല്ലാഹുവേ എന്നോട് ഞാൻ ഉപകാരപ്രദമായ അറിവിനെ ഞാൻ ചോദിക്കുന്നു, വരിസ്കൻ ത്വയ്യിബ, ശുദ്ധമായ ഉപജീവന മാർഗത്തെ, വഅമലൻ മുതഖബ്ബല. അല്ലാഹു റസൂൽ അവസാനമായി പ്രാർത്ഥിച്ചത് വഅമലൻ മുതഖബ്ബല, വെറും പ്രവർത്തനങ്ങളെയല്ല, വെറും കർമ്മങ്ങളെയല്ല, വെറും ഇബാദത്തുകളെയല്ല, മറിച്ച് അല്ലാഹു സ്വീകരിക്കുന്ന അമലുകൾ, അല്ലാഹു സ്വീകരിക്കുന്ന, നാം ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു സ്വീകരിക്കുമെന്ന് ഉറപ്പുള്ള അമലുകളെ കുറിച്ചാണ് അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയത്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രാർത്ഥനകളും, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും, ഓരോ ആരാധനകളും അത് അല്ലാഹു സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട്, അത് അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായ പ്രാർത്ഥന വിശ്വാസികളിൽ നിന്നുണ്ടാകണമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നത്. ആ നോമ്പ് അനുഷ്ഠിക്കുന്ന നമ്മൾ അല്ലാഹുവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഭക്ഷണങ്ങളും ഭക്ഷണപാനീയങ്ങളും നമ്മുടെ എല്ലാ വികാരങ്ങളും വിചാരങ്ങളും നമ്മുടെ നാവിനെ നിയന്ത്രിക്കുന്നതും കണ്ണിനെ നിയന്ത്രിക്കുന്നതും ആ രൂപത്തിൽ അല്ലാഹുവിന് വേണ്ടിയിട്ടാണ് നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ നമ്മൾ എല്ലാത്തിനെയും ഉപേക്ഷിക്കുന്നത്. പക്ഷേ ആ നോമ്പ് തുറക്കുന്ന ഘട്ടത്തിൽ പോലും അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്ന പ്രാർത്ഥന, ദാഹം ശമിച്ചു, നാടി ഞരമ്പുകൾ അതിന് നനവനുഭവപ്പെട്ടു. ഇത്രയും നേരം ഭക്ഷണമില്ലാതെ പാനീയമില്ലാതെ വരട്ടുണങ്ങിയ ആ നാടി ഞരമ്പുകൾ അത് നനയാൻ തുടങ്ങിയിരിക്കുന്നു. പ്രതിഫലം ഉറപ്പായി. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ വാക്ക് കൂടി പറഞ്ഞു, ഇൻഷാ അല്ലാഹ്, ഞാൻ നോമ്പ് മുറിച്ചത് കൊണ്ട്, ഞാൻ നമസ്കരിച്ചത് കൊണ്ട്, എന്റെ ആരാധന ഞാൻ പൂർത്തീകരിച്ചത് കൊണ്ട് അത് അല്ലാഹ് സ്വീകരിച്ചു കൊള്ളണമെന്നില്ല, മറിച്ച് ഇൻഷാ അല്ലാഹ്, അല്ലാഹ് ഉദ്ദേശിച്ചെങ്കിൽ മാത്രമാണ്, അല്ലാഹുവിന് അത് സ്വീകരിക്കാൻ തോന്നിയിട്ടുണ്ട് എങ്കിൽ മാത്രമാണ് ആ നമസ്കാരം കൊണ്ട്, നോമ്പ് കൊണ്ട്, അല്ലാഹു നിർബന്ധമാക്കിയതും അല്ലാത്തതുമായിട്ടുള്ള ഏതെല്ലാം കർമ്മങ്ങളുണ്ടോ പ്രവർത്തനങ്ങളുണ്ടോ അത് അല്ലാഹ് സ്വീകരിക്കുകയുള്ളൂ എന്ന് ഖുർആനിലൂടെ സുന്നത്തിലൂടെ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച പ്രാർത്ഥനയിലൂടെ കൃത്യമായി സുന്നത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഖുർആൻ പഠിപ്പിക്കുന്നത് നമ്മൾ ഒരുപാട് അമലുകൾ കൊണ്ട് പോവുക എന്നുള്ളതല്ല. ഒരുപാട് അമലുകൾ വേണം, ഒരുപാട് പ്രവർത്തനങ്ങൾ വേണം. പക്ഷേ ആ പ്രവർത്തനങ്ങൾ അല്ലാഹ് സ്വീകരിക്കുമോ, അല്ലാഹ് എന്നിൽ നിന്ന് സ്വീകരിക്കുമോ എന്നുള്ള ബോധ്യം കൂടി, തിരിച്ചറിവുകൾ കൂടി വിശ്വാസികൾക്ക് വേണമെന്നാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് അമലുകളുമായിട്ട്, കുന്നോളം അമലുകളുമായിട്ട് കടന്നു ചെല്ലുന്ന ആളുകളെ കുറിച്ച് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഒരു കുന്നോളം അമലുകളുമായിട്ട്, അവരുടെ തുലാസിൽ ഒരുപാട് അമലുകളുമായിട്ട് കടന്നു വരുന്ന ആളുകളാണ്. അവർ ചെയ്ത അവരുടെ പ്രവർത്തനത്തിലേക്ക് നാം കടന്നു ചെല്ലും. അവരുടെ പ്രവർത്തനത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അതിനെ
ചിതറിയ ധൂളികളായി. വെളിച്ചം വീശുമ്പോഴെല്ലാം ആ വെളിച്ചത്തിനിടയിലൂടെ പറന്നുകൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ ധൂളികളുണ്ട്. തുലാസിലിട്ടാൽ തൂങ്ങാത്ത, തൂക്കമില്ലാത്ത, ഉപകാരമില്ലാത്ത, ഒരു ഉപകാരവുമില്ലാത്ത ആ രൂപത്തിലുള്ള ധൂളികളാക്കിയിട്ട് വിശ്വാസികളുടെ, മനുഷ്യന്മാരുടെ പ്രവർത്തനങ്ങളെ അല്ലാഹ് മാറ്റിക്കളയുമെന്ന ആ രൂപത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ മാറാതിരിക്കണമെന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായ പ്രാർത്ഥന, നമ്മുടെ കർമ്മങ്ങൾ കഴിഞ്ഞാലും ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ കൊണ്ട് അല്ലാഹുവിനെ കൊണ്ട് ആ അമലുകളെ സ്വീകരിപ്പിക്കണമെന്ന ഒരു പ്രവർത്തനങ്ങൾ കൊണ്ട് മുന്നോട്ട് പോവുക മാത്രമല്ല, പ്രാർത്ഥന കൈവിടാതെ നമ്മൾ ചെയ്ത ഓരോ പ്രവർത്തനങ്ങളും അത് അല്ലാഹ് സ്വീകരിക്കുമാറ്, അല്ലാഹു സ്വീകരിക്കുന്ന രൂപത്തിൽ അല്ലാഹു സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായി നിരന്തരമായി പ്രാർത്ഥിക്കണമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹ് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹുവിന്റെ അടിമകൾക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നുണ്ട്. ഖുൽ, നബിയെ പറയുക, മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും, അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടല്ല, മറിച്ച് മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും, നിങ്ങളുടെ പ്രാർത്ഥന എങ്ങാനും ഇല്ലായിരുന്നെങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലായിരുന്നെങ്കിൽ അല്ലാഹ് നിങ്ങൾക്ക് എന്ത് വിലയാണ് തരിക, എന്ത് പരിഗണനയാണ് തരിക. നമ്മുടെ അമലുകൾ കൊണ്ട് മാത്രമല്ല, നമ്മുടെ പ്രാർത്ഥന ആ അമലിന്റെ കൂടെ, ആ അമൽ സ്വീകരിക്കുന്ന രൂപത്തിൽ പ്രാർത്ഥന കൂടെ വേണമെന്നാണ് അല്ലാഹുവിന്റെ റസൂലും സുന്നത്തും കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് കേവലം പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുക മാത്രമല്ല, ആത്മാർത്ഥമായി മറ്റൊരു ഉദ്ദേശവുമില്ലാത്ത രൂപത്തിൽ ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്ത ഏതെല്ലാം കർമ്മങ്ങളുണ്ടോ, ഏതെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ, ആ പ്രവർത്തനങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹുവിനോട് ആത്മാർത്ഥമായി നിരന്തരമായി പ്രാർത്ഥിക്കണമെന്നാണ് ഖുർആൻ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നത്. അതുപോലെ മറ്റൊരു കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് കള്ളവാർത്തകൾ, തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. ഈ സമയത്ത്, ഈ കാലഘട്ടത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത്രമേൽ ഗൗരവത്തോടു കൂടി കാണേണ്ട വിഷയമാണ് കള്ള വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുക എന്നുള്ളത്. കാരണം നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ, ഒരുപാട് സോഷ്യൽ മീഡിയകളിൽ മുഴുകുന്ന, അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ ഷെയർ ചെയ്യുന്ന, കിട്ടുന്നത് എന്തും ഷെയർ ചെയ്യുന്ന ഒരു മനോഭാവം നമുക്കുണ്ട്, ഈ ആളുകൾക്കുണ്ട് എന്നുള്ളതാണ്. അതായത് ആ രൂപത്തിലുള്ള എന്തും, കിട്ടുന്നതെന്തും മറ്റുള്ളവരിലേക്ക് പകർത്തുക, മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുക എന്നുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യോജിച്ചതല്ല എന്നുള്ളതാണ്. മറിച്ച് ചെയ്ത എന്ത് വാർത്തകൾ നമ്മളിലേക്ക് വന്നാലും ആ വാർത്തയെ കുറിച്ച് കൃത്യമായി നമ്മൾ തിരിച്ചറിയണമെന്നാണ്. അതല്ല എന്നുണ്ടെങ്കിൽ അത് കള്ളമായിട്ട് മാറും. ആ കള്ളങ്ങൾ പല രൂപത്തിൽ വിശ്വാസികൾക്ക്, സമൂഹത്തിലുള്ള ആളുകൾക്ക് അത് പല പ്രയാസങ്ങളും ഉണ്ടാക്കും എന്നുള്ളതാണ്. അതാണ് റസൂൽ പറഞ്ഞു, കഫാ ബിൽ മർഇ കദിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. ഒരു മനുഷ്യൻ കള്ളനാവാൻ മതിയായ കാര്യമാണ് കേട്ടതെല്ലാം വിളിച്ചു പറയാം. അവന്റെ അടുക്കലേക്ക് വന്ന എല്ലാ മെസ്സേജുകളും, എല്ലാ വാർത്തകളും മറ്റുള്ളവരിലേക്ക് ഫോർവേഡ് ചെയ്യുക എന്നുള്ളത് അവൻ കള്ളനാവാൻ മതിയായ കാരണമാണ്. നമ്മൾ അറിയുന്നില്ല നമ്മളിലേക്ക് വന്നത് സത്യമാണോ അതോ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നറിയാതെ കിട്ടുന്നത് എന്തും ആരെങ്കിലും ഷെയർ ചെയ്യാൻ പറയുമ്പോൾ അത് നമ്മൾ ഷെയർ ചെയ്യുക എന്നുള്ളത് ശരിയല്ല, വിശ്വാസികൾക്ക് അത് യോജിച്ചതല്ല എന്നുള്ളതാണ്. കാരണം ഈ രൂപത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുക എന്നുള്ളത് സമൂഹത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കും എന്നുള്ളതാണ്. പരിശുദ്ധ ഇസ്ലാമിനെ തകർക്കുവാൻ വേണ്ടിയിട്ട് കള്ള ഹദീസുകൾ പടച്ചിറക്കിയിട്ടുണ്ട്, ഒരുപാട് കള്ള ഹദീസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ അതിനെ പ്രതിരോധിക്കുവാൻ അവർ മാർഗമായി കണ്ടെത്തിയത് ആ ഹദീസുകൾ വൈഫാണോ സ്വഹീഹാണോ എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. ആരിന്ന് സ്വീകരിക്കാൻ കഴിയും, ആരിന്ന് സ്വീകരിക്കാൻ കഴിയില്ല എന്ന് കൃത്യമായ ധാരണകൾ ഉണ്ടാക്കി, കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ രൂപത്തിലാണ് കൃത്യമായിട്ട് ഓരോ ഹദീസുകളും ക്രോഡീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഹദീസുകളാണെങ്കിൽ പോലും, ഇസ്ലാമിനെ കുറിച്ചുള്ള വിജ്ഞാനങ്ങളാണെങ്കിൽ പോലും ചിലതൊക്കെ നമുക്ക് പുതുമ തോന്നും. അങ്ങനെ പുതുമ തോന്നുന്ന കാര്യങ്ങൾ, ഇതുവരെ നമ്മൾ കേൾക്കാത്തൊരു കാര്യം കേട്ടു, അത് മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുന്നതിന് മുമ്പ്, ഷെയർ ചെയ്യുന്നതിന് മുമ്പ് ഇസ്ലാമുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അന്വേഷിക്കുക എന്നുള്ളത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് നിർബന്ധമാണ്, ബാധ്യതയാണ് എന്നുള്ളതാണ്. അതല്ല എങ്കിൽ ഒരു പക്ഷേ ആ ഹദീസുകള് അത് ദുർബലമായിരിക്കും. അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ലാത്ത രൂപത്തിലുള്ള ഹദീസുകളായിരിക്കും അത് നമുക്ക് കാണുമ്പോൾ ആകാംക്ഷ ഉണ്ടാക്കുന്ന, അത്ഭുതം തോന്നിക്കുന്ന പല രൂപത്തിലുള്ള വാർത്തകളായിരിക്കും. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടാവില്ല. ആ രൂപത്തിൽ ആരെങ്കിലും അല്ലാഹുവിന്റെ റസൂലുമായി ബന്ധപ്പെട്ട് കളവ് പ്രചരിപ്പിച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് അവൻ നരകത്തിൽ ഒരു സീറ്റ് ഉറപ്പിച്ചോട്ടെ എന്നാ. അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും ഒരു കളവ് അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ ഇരിപ്പിടം അവൻ നരകത്തിൽ ഉറപ്പിച്ചു കൊള്ളട്ടെ എന്ന. അറിഞ്ഞുകൊണ്ട് നമ്മൾ ആരും ചെയ്യില്ല, പക്ഷെ അറിയാതെ പോലും വിശ്വാസികളുടെ അടുക്കൽ നിന്ന് അത് സംഭവിച്ചു പോകരുത് എന്നുള്ളതാണ്. ആ രൂപത്തിൽ എന്ത് കിട്ടിയാലും അതിനെക്കുറിച്ച് പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള മനോഭാവം വിശ്വാസികൾക്ക് ഉണ്ടാകണം എന്നുള്ളതാണ്.
ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ മാറ്റുക. നമ്മൾ സമൂഹമായി ഇടപഴകുമ്പോൾ, സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ കേട്ടതെന്തും വിളിച്ചു പറയുക എന്നുള്ളത് വിശ്വാസികൾക്ക് യോജിച്ചതല്ല. കിട്ടിയ വാർത്തകളെല്ലാം പ്രചരിപ്പിക്കുക എന്നുള്ളത് വിശ്വാസികൾക്ക് യോജിച്ചതല്ല. മറിച്ച് സത്യമാണ് തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കണം ആ രൂപത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കേണ്ടത്. അതിനുള്ള തൗഫീഖ് നാഥൻ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പറഞ്ഞു വന്നത് വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഗുണങ്ങളെ കുറിച്ച്, അവർ ചെയ്യുന്ന ആരാധനകൾ, കർമ്മങ്ങൾ, സൽപ്രവർത്തനങ്ങൾ അത് ചെയ്യുന്നതോടൊപ്പം തന്നെ അതിന് പിന്തുടർന്നുകൊണ്ടുള്ള പ്രാർത്ഥനയും ഉണ്ടാകണം എന്നുള്ളതാണ്. അതുപോലെ സമൂഹത്തിൽ പടർന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അത് ശരിയാണെന്ന് ഉറപ്പിക്കാതെ ഒരിക്കലും ഒരു വിശ്വാസി അതിന്റെ ഭാഗവാക്കാകരുത് എന്നുള്ളത്. മറ്റൊരു ഘടകം, മനുഷ്യനെ ഇല്ലായ്മകളിലേക്കും വിശ്വാസത്തിന്റെ അപജയത്തിലേക്കും കർമ്മങ്ങൾ അവനെ പിന്തിരിപ്പിക്കുന്ന രൂപത്തിൽ, വിശ്വാസത്തിൽ നിന്ന് തന്നെ വ്യതിചലിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു ഘടകം പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്, പരിശുദ്ധ ഹദീസുകളിൽ കാണാൻ സാധിക്കും. ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാല ദർറത്തിൻ മിൻ കിബ്ർ. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരു അണുമണി തൂക്കം കിബർ, അഹങ്കാരമുണ്ട് എങ്കിൽ ലാ യദ്ഖുലുൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നതാണ്. ക്യാൻസർ ബാധിച്ചതുപോലെ കിബർ മനുഷ്യന്റെ മനസ്സിൽ, ഹൃദയത്തിൽ അത് വളർന്നുകൊണ്ടിരിക്കുമെന്ന്, അവനെ നിയന്ത്രിക്കാൻ കഴിയാത്ത രൂപത്തിൽ ആദ്യമേ അതിനെ ചികിത്സിച്ചിട്ടില്ല എങ്കിൽ, ആദ്യമേ അതിനെ സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ ക്യാൻസർ എങ്ങനെയാണ് മനുഷ്യന്റെ ശരീരത്തിലേക്ക് വ്യാപിക്കുന്നത്, അതുപോലെ കിബർ മനുഷ്യന്റെ ഹൃദയത്തിൽ കുന്നുകൂടുമെന്ന്. അത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വർഗപ്രവേശനം സാധ്യമല്ല എന്നുള്ളത്. ആ കിബർ തന്നെ രണ്ട് രൂപത്തിലായിട്ട് അല്ലാഹു റസൂൽ പഠിപ്പിക്കുന്നുണ്ട്. അൽ കിബറു ബത്തറുൽ ഹഖ്. കിബറിന്റെ ഒരു ഘടകം എന്ന് പറയുന്നത് ബത്തറുൽ ഹഖ്, സത്യത്തെ നിഷേധിക്കണം. അതായത് അല്ലാഹുവിന്റെ റസൂലും സുന്നത്തും ഖുർആനും പഠിപ്പിച്ച കാര്യങ്ങൾ അവിടെ സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ പല ന്യായീകരണങ്ങൾ പറഞ്ഞ് അതിനെ വ്യാഖ്യാനിച്ച് തങ്ങൾക്ക് പറ്റുന്ന രൂപത്തിലേക്ക് കൊണ്ടുവരും. അതല്ല എങ്കിൽ പച്ചയായ രൂപത്തിൽ അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നിഷേധിക്കുക. ഈ രണ്ട് ഘടകവും സത്യത്തെ നിഷേധിക്കലാണ് എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനും സുന്നത്തും ഒരു വിഷയത്തെ കുറിച്ച് എന്ത് പറഞ്ഞുവോ അവിടെയായിരിക്കണം വിശ്വാസികളുടെ സ്ഥാനം എന്നുള്ളതാണ്. അതല്ല അതിനെ മറികടക്കുന്ന രൂപത്തിൽ അതിൽ എന്തെങ്കിലും ഇളവ് കിട്ടാൻ വേണ്ടിയിട്ട്, ഇല്ലാത്ത ഇളവുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനെ വ്യാഖ്യാനിച്ച് കൊണ്ടുപോവുക എന്നുള്ളത് ബത്റുൽ ഹഖ, സത്യത്തെ നിഷേധിക്കല. അത് കിബർ, ഏറ്റവും വലിയ അഹങ്കാരത്തിന്റെ ഘടകമാണ് എന്നുള്ളതാണ്. മുശ്രിക്കുകളെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് അവർ അഹങ്കാരികളാണ് എന്ന. കാരണം പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടപ്പോൾ അവർ പുറംതിരിഞ്ഞു പോയി. പരിശുദ്ധ ഖുർആനിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ അവർ മുഖം തിരിച്ചു കളഞ്ഞു, അവരുടെ മടമ്പുകാർ തിരിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ രൂപത്തിൽ അഹങ്കാരത്തിന്റെ ആളുകൾ സത്യത്തോട്, പരിശുദ്ധ ഖുർആനിനോട്, സുന്നത്തിനോട്, പരിശുദ്ധ ഖുർആനിന്റെ സുന്നത്തിന്റെ കൽപ്പനകളോട് സത്യത്തെ നിഷേധിക്കുന്ന രൂപത്തിലുള്ള അഹങ്കാരത്തോടു കൂടി നമ്മൾ തിരിച്ചു പോകരുത് എന്നുള്ളതാണ്. നമുക്ക് ചില പ്രയാസങ്ങൾ ഉണ്ടാകും. ഖുർആനിന്റെയും സുന്നത്തിന്റെയും വിലക്കുകൾ പാലിക്കുക എന്നുള്ളത് ദുനിയാവില് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. ചെറിയ ബുദ്ധിമുട്ടുകൾ അതുകൊണ്ട് ഉണ്ടാകും എന്നുള്ളതാണ്. നമ്മുടെ സമൂഹത്തിൽ നിന്ന് എല്ലാവരും ചെയ്യുന്ന പല കാര്യങ്ങളിൽ നിന്നും നമ്മൾ മാറി നിൽക്കേണ്ടി വരും. അവിടെ മനുഷ്യന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, സ്വാഭാവികമാണ്. ആ ബുദ്ധിമുട്ടുകൾ സഹിക്കണം, ക്ഷമിക്കണം, അവിടെ ക്ഷമ അവലംബിക്കണം എന്നാണ് ഖുർആൻ പറയുന്നത്. മറിച്ച് സമൂഹത്തിന്റെ അതുപോലെ നടക്കാൻ വേണ്ടിയിട്ട്, സമൂഹത്തിൽ എന്തെല്ലാം നടക്കുന്നുണ്ടോ ആ വൃത്തികേടുകളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ വ്യാഖ്യാനിക്കാൻ നിന്നിട്ടുണ്ട് എങ്കിൽ, അതിനെ തിരിച്ചുപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ സ്വാഭാവികമായും ആ മനുഷ്യന് അഹങ്കാരിയായിട്ടാണ് ഖുർആൻ മുദ്രകുത്തിയിട്ടുള്ളത്. ആ രൂപത്തിലുള്ള അഹങ്കാരം, കിബർ മനുഷ്യന്റെ ഹൃദയത്തിൽ വന്നിട്ടുണ്ട് എങ്കിൽ ആ മനുഷ്യന് സ്വർഗത്തിലേക്ക് അടുക്കുവാൻ സാധ്യമല്ല എന്ന് ഖുർആൻ സുന്നത്ത് കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ രൂപത്തിലുള്ള കിബറിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കുക. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ വരുമ്പോൾ അതിനെ സ്വീകരിക്കുക. മറിച്ച് അതിൽ നിന്ന് എന്ത് ഇളവ് കിട്ടുക എന്നുള്ളതല്ല മനുഷ്യൻ നോക്കേണ്ടത്, വിശ്വാസികൾ നോക്കേണ്ടത് അതിനെ എങ്ങനെ സ്വീകരിക്കാൻ കഴിയും എന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും ആളുകൾ നോക്കാറുള്ളത് അതിൽ നിന്ന് എങ്ങനെ ഒരു ഇളവ് കിട്ടുമെന്ന. ഖുർആൻ ഒരു കാര്യം പറഞ്ഞാൽ അതിനെങ്ങനെയാണ് ഇളവുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് വിശ്വാസികൾക്ക് യോജിച്ചതല്ല. മറിച്ച് ഖുർആനും സുന്നത്തും എന്ത് പറഞ്ഞോ അത് അതുപോലെ പിൻപറ്റുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് വിശ്വാസികളുടെ ഗുണമെന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ ആ കിബറിന്റെ മറ്റൊരു ഗുണമായിട്ട്, മറ്റൊരു ഘടകമായിട്ട് റസൂൽ പഠിപ്പിച്ചത് ജനങ്ങളെ ചീത്ത വിളിക്കുക എന്നുള്ളതാണ്.
ജനങ്ങളോട് അപമര്യാദയായി പെരുമാറുക എന്നുള്ളതാണ്. അവിടെ ചീത്ത വിളിക്കുകയും അവരെ മോശമാക്കുകയും ചെയ്യുക എന്നുള്ളത് അഹങ്കാരത്തിന്റെ ഘടകമാണ്. അവനേക്കാൾ എന്തൊക്കെയോ കുറച്ച് കൂടുതലുള്ളവനാണ് ഞാൻ, അവനേക്കാൾ എന്തൊക്കെയോ രൂപത്തിൽ ഞാൻ അവനേക്കാൾ മികച്ചവനാണ് എന്നുള്ള ആ തോന്നൽ, അഹന്ത നടിക്കുക. കിബർ എന്ന് പറയുന്നത് കബറ എന്ന വാക്കിൽ നിന്ന് കിബർ വന്നത് വലുതായി എന്നുള്ളതാണ്. വലുത്, അതായത് അവനേക്കാൾ ഞാൻ എന്തൊക്കെയോ ചിലതിൽ വലുതാണ് എന്നുള്ള തോന്നൽ, ആ കിബർ മനുഷ്യന്റെ അടുക്കിലേക്ക് വരുമ്പോഴാണ് അവന് ചീത്ത വിളിക്കാനും മോശമാക്കാനും കുറ്റം പറയാനും ഒക്കെ തോന്നുന്നത് എന്ന് ഖുർആൻ സുന്നത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ രൂപത്തിൽ ജനങ്ങളോട് ഏറ്റവും സൗമ്യമായ ഭാഷയിൽ സംസാരിക്കുക, ഒരു രൂപത്തിലും അവരെ ചീത്ത വിളിക്കാതിരിക്കുക. പക്ഷേ ഖുർആൻ പറയുന്നത് അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി എന്ന. ഇത് യഥാർത്ഥ വിശ്വാസി എന്ന് പറയുന്നത് അവന്റെ നാവിൽ നിന്നും കയ്യിൽ നിന്നും എല്ലാ മുസ്ലിമീങ്ങളും സുരക്ഷിതരാവണം എന്നുള്ളതാണ്. അതായത് അവരെ കുറിച്ച് ഒരു കുറ്റമോ മോശമോ പറയാൻ ഒരു മനുഷ്യനെ കൊണ്ട്, ഒരു വിശ്വാസിയെ കൊണ്ട് സാധ്യമല്ല എന്നുള്ളതാണ്. ആ രൂപത്തിൽ നമ്മുടെ നാവിൽ നിന്നോ നമ്മുടെ കയ്യിൽ നിന്നോ ആർക്കെങ്കിലും ഒരു മുസ്ലിമിന് ഉപദ്രവം ഏൽക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ അർത്ഥം യഥാർത്ഥ വിശ്വാസി എന്ന ആ പരിധിയിലേക്ക്, ആ ഉയരത്തിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഖുർആൻ സുന്നത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ വാക്കുകളെ, നമ്മുടെ പ്രവൃത്തികളെ നമ്മൾ സൂക്ഷിക്കുക. സൂക്ഷ്മതയോടുകൂടി മാത്രം മറ്റുള്ള ജനങ്ങളുമായിട്ട് നമ്മൾ ഇടപഴകുക, നമ്മുടെ പ്രതികരണങ്ങൾ ഉണ്ടാകുക. അതിനുള്ള തൗഫീഖ് നാഥൻ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിക്കുകയും അതിൽ വന്നിട്ടുള്ള ഓരോ ന്യൂനതകൾ അള്ളാഹു പരിഹരിച്ച് ആ പോരായ്മകളെ ഇല്ലായ്മ ചെയ്ത് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ.